ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒന്ന് അവൽ വിളയിച്ചാലോ. നല്ല സോഫ്റ്റായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള അവൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ അവൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ മട്ട റൈസിൻ്റെ അവലാണ് എടുത്തേക്കുന്നത്. പിന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന നിലക്കടല എടുത്തിട്ടുണ്ട്, കാഷ്യൂനട്ട്, ഉണക്കമുന്തിരി, ഉപ്പ്, ചുക്ക്, ജീരകം, ഏലക്ക പൊടിച്ചത്, കറുത്ത എള്ള്, പൊട്ടുകടല, പിന്നെ തേങ്ങാപ്പീര. ഇത് 2 കപ്പ് ശർക്കരയാണ്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കി മെൽറ്റാക്കി അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമ്മുടെ കാഷ്യൂനട്ടും ഉണക്കമുന്തിരി, തേങ്ങാക്കൊത്ത് ഇതെല്ലാം നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ സെയിം പാനിലേക്ക് തന്നെ പൊട്ടുകടലയും എള്ളും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന 3 കപ്പോളം തേങ്ങാപ്പീര ഇട്ട് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് വെള്ളമയമൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ടാണ്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ശർക്കര ഉരുക്കിയത് അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തേങ്ങാപ്പീരയായിട്ട് യോജിപ്പിച്ച ശേഷം അതിലേക്ക് ചുക്ക്, ജീരകം, ഏലക്ക 1/2 ടീസ്പൂൺ വീതം എടുത്തത് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കാനുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ശർക്കരയ്ക്ക് ഒരു നൂൽപ്പരു ഒന്നും നോക്കാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. നന്നായിട്ട് തേങ്ങാപ്പീരയായിട്ട് യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്ത് ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞ് ചെറിയ ചൂടുള്ളപ്പം നമുക്ക് കുറേശ്ശെയായിട്ട് അവലിട്ട് കൊടുത്ത് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പം അവൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറുത്ത എള്ള് 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്, പൊട്ടുകടല 2 ടേബിൾ സ്പൂണ്, അതുപോലെ തന്നെ കാഷ്യൂനട്ടും മുന്തിരിങ്ങായും തേങ്ങാക്കൊത്തും വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ടിട്ടുണ്ട്. റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന പീനട്ട്, നമ്മുടെ നിലക്കടല ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിൽ ടേസ്റ്റ് നോക്കിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ വീതം ചുക്ക്, ജീരകം, ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു അവൽ വിളയിച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ നല്ലതാണ്. നെയ്യൊക്കെ ചേർത്തുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.